അടികൊണ്ട് ചോരയൊഴുകുന്ന തലയുമായി അന്ന് കൃഷ്ണപിള്ള പറഞ്ഞു, ബ്രാഹ്മണ മേധാവിത്വത്തിനു വേണ്ടി ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് അവിടുത്തെ നായർ പ്രമാണിമാരായി. ആ നായർ പ്രമാണിമാരോട് കൃഷ്ണപിള്ള പറയുന്നുണ്ട്, ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ തലക്കടിക്കും എന്നാണ് കൃഷ്ണപിള്ള എന്ന് പറഞ്ഞത്. ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. നവോത്ഥാനം എന്ന വാക്കിന്റെ അനേകം നിർവചനങ്ങളിൽ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പെന്നാണ്, മുന്നേറ്റമെന്നാണ്. മാനവരാശിയുടെ സാമൂഹ്യവും സാംസ്കാരികവുമായ ഉയർത്തെഴുന്നേൽപ്പിനെയാണ്, മുന്നേറ്റത്തെയാണ്, കുതിച്ചുചാട്ടത്തെയാണ്, പുരോഗതിയെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. ചരിത്രത്തിൽ നവോത്ഥാനം എന്ന വാക്കിന്റെ ആരംഭം 14-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ആരംഭിച്ച സാമൂഹ്യ സാംസ്കാരിക പുരോഗതിയെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അത് കലയിലും സാഹിത്യത്തിലും മനുഷ്യന്റെ ജീവിതത്തിലുമെല്ലാം വലിയ സ്വാധീനം ചെലുത്തുകയും വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യും. 14-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ആ നിലയിലുള്ള വലിയ മാറ്റം ലോകമാകെ പ്രധാനമായും യൂറോപ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇറ്റലിയിൽ നിന്ന് ആരംഭിച്ച യൂറോപ്പിലും പിന്നീട് ലോകമാകെയും വ്യാപിച്ച ഒരു സാമൂഹ്യ വളർച്ചയുടെ പ്രത്യേക ഘട്ടത്തെയാണ് നവോത്ഥാനം എന്ന് സൂചിപ്പിക്കും. സാധാരണഗതിയിൽ പറയാറുണ്ട്, നവോത്ഥാനത്തിന് മുൻപ് പ്രജകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നവോത്ഥാനമാണ് പ്രജകളുടെ സ്ഥാനത്ത് പൗരന്മാരെ സൃഷ്ടിച്ചത് എന്ന് പറയാറുണ്ട്. അവകാശബോധമുള്ള ഒരു ജനതയ്ക്ക് ജന്മം നൽകിയത് അത്തരത്തിലുള്ള സാമൂഹ്യവും സാംസ്കാരികവുമായ ഉണർവാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ പിന്നെയും ഏറെക്കാലം കഴിഞ്ഞാണ് നമ്മുടെ രാജ്യത്ത്, കേരളത്തിൽ ഒക്കെ അത്തരത്തിലുള്ള വലിയ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭഘട്ടത്തിലൊക്കെയാണ് കേരളത്തിൽ നവോത്ഥാന ചിന്തകൾ ശക്തിപ്പെട്ടത്. നവോത്ഥാനത്തിന് വേണ്ടിയുള്ള സമരം ഊർജിതമായി ഉയർന്നു വന്നത്. ആ കാലത്തെ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് നേരിട്ട് അനുഭവങ്ങളില്ലെങ്കിലും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ആദ്യം വരുന്ന ഒരു വാക്ക്, അത് തീർച്ചയായും സ്വാമി വിവേകാനന്ദൻ്റെതാണ്. സ്വാമി വിവേകാനന്ദൻ നമ്മുടെ നാടിനെ വിശേഷിപ്പിച്ചത് ഭ്രാന്താലയം എന്ന വാക്കുകൊണ്ടാണ്. സ്വാമി വിവേകാനന്ദൻ വാക്കുകൾക്കും മുഖവുരകൾക്കും അതീതമായി പർവ്വത സമാനമായി ഉയർന്നു നിന്ന ഒരു മഹത് വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹം അമേരിക്കയിൽ ചിക്കാഗോയിൽ നടത്തിയ പ്രസംഗം നമ്മുടെ രാജ്യത്തേക്ക് തന്നെ പാശ്ചാത്യ ലോകത്തിന്റെ ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിക്കുന്നതിന് സഹായകരമായ ചരിത്രവും നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. അങ്ങനെയെല്ലാം ഉള്ള വിവേകാനന്ദനാണ് നമ്മുടെ നാടിനെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. അത് വിവേകാനന്ദൻ എന്തെങ്കിലും ഒരു അവിവേകം ചെയ്തതല്ല. അദ്ദേഹം അത്രമേൽ ഔന്നത്യമുള്ള ഒരു മഹത് വ്യക്തിത്വമായതുകൊണ്ടാണ് അവിടെ നിർത്തിയത്. സത്യത്തിൽ അതിനേക്കാൾ കഠിനമായ ശകാരം അർഹിക്കുന്ന ഒരു ജനതയും ഒരു നാടുമായിരുന്നു നമ്മുടേത് എന്നതാണ് വസ്തുത. വിവേകാനന്ദൻ വളരെ ഔന്നത്യമുള്ള മനുഷ്യനായതുകൊണ്ട് ഭ്രാന്താലയം എന്നൊരു വിശേഷണത്തിൽ തൽക്കാലം നിർത്തി എന്ന് കരുതിയാൽ മതി. അന്ന് കേരളമില്ല, ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ടിട്ടില്ല. ചിലർ പറയാറുണ്ട് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു എന്ന്. അങ്ങനെ പറയുന്നതിൽ തെറ്റുമില്ല. ഇന്ന് കേരളം എന്ന് വിളിക്കപ്പെടുന്ന ഭൂപ്രദേശങ്ങളെ, ആ ഭൂപ്രദേശങ്ങളിൽ അന്ന് നിലനിന്നിരുന്ന അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ജാതീയമായ ഉച്ചനീചത്വങ്ങൾ, ഇതിനെയൊക്കെ പൊതുവായാണ് അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിച്ചത്. സത്യത്തിൽ വിവേകാനന്ദൻ വന്നത് ഇവിടെയാണ്, പാലക്കാട്ടാണ്, ഷൊർണൂരാണ്. ഇന്ന് കേരളം എന്ന് വിളിക്കപ്പെടുന്ന അന്നത്തെ തിരുക്കൊച്ചിയും മലബാറും ഒക്കെയായിരുന്ന നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാഹചര്യം എന്തായിരുന്നു? ഒരു വാക്കുകൊണ്ട് അടയാളപ്പെടുത്താൻ കഴിയുന്നതല്ല. നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളതുമല്ല. സങ്കല്പിക്കാനാവാത്ത മനുഷ്യത്വരാഹിത്യത്തിന്റെ നാടായിരുന്നു നമ്മുടേത്. ജാതീയത അതിൻ്റെ ഏറ്റവും കെട്ട രൂപത്തിൽ പ്രകടമായിരുന്ന ഒരു നാട്. മനുഷ്യർക്ക് പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവകാശമില്ലാതിരുന്നൊരു നാട്. നാൽക്കാലികൾ യഥേഷ്ടം മേയുന്ന പാതയിൽ വ്യത്യസ്ത ജാതി വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർക്ക് കടന്നു വരാനാവില്ല എന്ന സവർണ മേധാവിത്വത്തിന്റെ തിട്ടൂരങ്ങൾ ദയാരഹിതമായി നടപ്പാക്കപ്പെട്ട ഒരു കാലം. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ എന്ന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ആ കാലത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദൃഷ്ടിയിൽപ്പെടാൻ പാടില്ല, കാണാൻ പാടില്ല. അതിനെന്ത് വേണം? സവർണർ കടന്നു പോകുമ്പോൾ അവരുടെ പല്ലക്ക് ചുമക്കുന്ന മാലന്മാർ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ ശബ്ദം കണ്ടാൽ ഒരു ജന്മി തമ്പുരാൻ എഴുന്നള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ആ തമ്പുരാന്റെ ദൃഷ്ടിയിൽ പോലും പെടാതെ പൊതുനിരത്തിൽ നിന്നും വാരകൾക്കകലെ പൊന്തക്കാടുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കേണ്ടി വന്ന ഒരു ജനത
അതാണ് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യന്റെ സ്ഥിതി. ആരാധനാലയങ്ങളിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നത് പോട്ടെ, ആരാധനാലയങ്ങളുടെ 7 അയലത്ത് കടന്നു വരാൻ കഴിയുമായിരുന്നില്ല. കേരളത്തിന്റെ ചരിത്രം പഠിക്കാൻ ഒരുപെടുന്ന വിദ്യാർത്ഥികൾ തീണ്ടൽ പലക എന്നൊരു സാധനത്തെ കുറിച്ച് പഠിക്കും. എന്താണ് തീണ്ടൽ പലക? അക്കാലത്ത് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ആ ക്ഷേത്രങ്ങളുടെ കിലോമീറ്ററുകൾക്കകലെ സ്ഥാപിക്കപ്പെടുന്ന പലകയുടെ പേരാണ് തീണ്ടൽ പലക. അതിലെഴുതി വെക്കുമായിരുന്നു അത്രേ, ഇവിടെ നിന്ന് അങ്ങോട്ട് ക്ഷേത്ര പരിസരമാകയാൽ. പിന്നെ ഒരു നീണ്ട ലിസ്റ്റാണ്, അതിൽ പറയുന്ന ജാതിയിൽപ്പെട്ടവർക്ക് പ്രവേശനമില്ല. അങ്ങനെയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള റോഡിലൂടെ കാൽനടയായി സഞ്ചരിക്കാൻ അവകാശമില്ലാത്ത ഒരു കാലത്ത് ആ അവകാശത്തിന് വേണ്ടിയുള്ള സമരമാർത്തിരമ്പിയത് വൈക്കം സത്യാഗ്രഹം 1924 ആ വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരപരിസരത്തു നിന്നാണ് കൃഷ്ണപിള്ള എന്ന വിദ്യാർത്ഥി ഒരു വിപ്ലവകാരിയായി വളർന്നു വരുന്നത്. ഗാന്ധിജി കേരളത്തിലേക്കൊക്കെ ആ സമരവുമായി ബന്ധപ്പെട്ട് വന്ന ചരിത്രം നിങ്ങൾക്കറിയാം. ആ സമരത്തിന്റെ മുദ്രാവാക്യം എല്ലാ മനുഷ്യർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം നൽകണം, ക്ഷേത്ര ദർശനത്തിന് അവസരം നൽകണമെന്നല്ല, അതിലെ വഴി നടന്നു പോകാൻ സമ്മതിക്കണം എന്നതാണ്. മറ്റു മാർഗവുമില്ല. അതാണ്. തമിഴ്നാട്ടിൽ നിന്നും EV രാമസ്വാമി നായ്ക്കർ അവിടെ വന്നു. തന്തൈ പെരിയോർ എന്നറിയപ്പെടുന്ന അക്കാലഘട്ടത്തിൽ നവോത്ഥാന പോരാട്ടങ്ങളുടെ നേതൃപരമായ പങ്ക് വഹിച്ച മഹാനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ ആഹ്വാനമുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വൈക്കത്തപ്പന്റെ വിഗ്രഹത്തിന്റെ മുന്നിലൂടെ സാധാരണക്കാരായ മനുഷ്യർക്ക് നടന്നു പോകാനാവില്ലെങ്കിൽ ശ്രീകോവിലിൽ നിന്നും ആ വിഗ്രഹം എടുത്ത് വലിച്ചെറിഞ്ഞ് അതൊരു അലക്കുകല്ലായി ഉപയോഗിക്കുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞത് പെരിയോരായിരുന്നു. ഇന്നങ്ങനെ പറയാൻ ആളുകൾക്ക് ധൈര്യം വരുമെന്ന് സംശയമാണ്. എന്തോ ആവട്ടെ, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു സയുക്തിക തുടർച്ച എന്ന പോലെയാണ് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ ഗുരുവായൂരിൽ സമരം നടക്കുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം 1930കളുടെ മധ്യത്തിലാണ്. അപ്പോഴേക്ക് കേരളത്തിൽ കോൺഗ്രസിൽ സോഷ്യലിസ്റ്റ് ചിന്താഗതി ശക്തിപ്പെടുകയും സോഷ്യലിസ്റ്റ് പാർട്ടി യാഥാർത്ഥ്യമാവുകയും ചെയ്തു. ഗുരുവായൂർ സത്യാഗ്രഹമാകുമ്പോഴേക്ക് അതിന്റെ നേതൃത്വം കേളപ്പൻ മാത്രമായിരുന്നില്ല, കൃഷ്ണപിള്ളയും AKGയും എല്ലാം ഉണ്ട്. ഗുരുവായൂരിൽ സത്യാഗ്രഹിയായി നിരാഹാരമനുഷ്ഠിച്ചത് AKG ആണ്. ബ്രാഹ്മണർക്ക് മാത്രം തൊടാൻ അവകാശമുണ്ടായിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണി അന്നത്തെ നിയമം ലംഘിച്ച് കടന്നു ചെന്ന് മണിയടിച്ചത് വിപ്ലവകാരിയായ കൃഷ്ണപിള്ളയായിരുന്നു. അന്ന് അവിടുത്തെ ബ്രാഹ്മണ മേധാവിത്വം കൃഷ്ണപിള്ളയെ മർദ്ദിച്ച് അവശനാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തലയടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അടികൊണ്ട് ചോരയൊഴുകുന്ന തലയുമായി അന്ന് കൃഷ്ണപിള്ള പറഞ്ഞു, ബ്രാഹ്മണ മേധാവിത്വത്തിനു വേണ്ടി ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് അവിടുത്തെ നായർ പ്രമാണിമാരായി. ആ നായർ പ്രമാണിമാരോട് കൃഷ്ണപിള്ള പറയുന്നുണ്ട്, ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ തലക്കടിക്കും എന്നാണ് കൃഷ്ണപിള്ള എന്ന് പറഞ്ഞത്. ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിന്റെ തുടർച്ചയായാണ് പാലിയം സമരം. പാലിയ സമരവും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. പാലിയ സമരം നടക്കുമ്പോഴേക്ക് കാലം പിന്നെയും മുന്നോട്ട് പോയി. 1948 അപ്പോഴേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ കേരളത്തിൽ സുശക്തമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് പാലിയം സമരം നടക്കുന്നത്. സാധാരണക്കാരന് പൊതുവഴിയിലൂടെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ആ മഹാസമരത്തിൽ രക്തസാക്ഷിത്വം വരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്ന സഖാവ് AG വേലായുധനായിരുന്നു. അപ്പൊ കേരളീയ നവോത്ഥാനത്തെ മുൻപോട്ട് നയിച്ച ഓരോ ഘട്ടങ്ങളെടുത്ത് നോക്കിയാൽ അതിനൊരു തുടർച്ചയുണ്ട്. അതിന് കൂടുതൽ കൂടുതൽ രാഷ്ട്രീയമായ ഉള്ളടക്കം കൈവന്ന ഗതിവിഗതികളുണ്ട്. 1924 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സജീവമായിരുന്നില്ല. പക്ഷേ ആ വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരം ഉൽപ്പദഷ്ണുക്കളെ, വിപ്ലവകരമായ ആശയങ്ങളോട് ആഭിമുഖ്യമുള്ളവരെ പ്രചോദിപ്പിക്കുകയും അവരെ കൂടുതൽ കരുത്തരാക്കി മാറ്റുകയും ചെയ്തു. തുടർച്ചയായ ഗുരുവായൂർ സത്യാഗ്രഹമായപ്പോഴേക്ക് ആ സമരത്തിന്റെ നേതൃത്വമായി ഇടതുപക്ഷ രാഷ്ട്രീയ ചിന്താഗതി ഉയർത്തിപ്പിടിച്ച AKGയും കൃഷ്ണപിള്ളയും ഒക്കെ മാറി. 48 ആയപ്പോഴേക്ക് സമരത്തിന്റെ നേതൃത്വം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറി. ഞാൻ എല്ലാ കേരളീയ ചരിത്രത്തിലെ സൂക്ഷ്മമായ സമരാനുഭവങ്ങളുടെയും സവിസ്തര പ്രതിപാദനത്തിലേക്ക് കടന്നു പോകുന്നില്ല. പറഞ്ഞു വന്നത്, പൊതുവഴിയിലൂടെ നടക്കാൻ അവകാശമില്ലാത്തൊരു ജനത, മാന്യമായി വസ്ത്രം ധരിക്കാനുള്ള അവകാശമില്ലാത്തൊരു ജനത, യഥാർത്ഥ അടിമ ജീവിതം നയിക്കേണ്ടി വന്നവർ, ഏത് വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചാലും ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര കൊടും ക്രൂരതകൾ ജാതീയതയുടെ പേരിൽ അരങ്ങേറിയിരുന്ന ഒരു നാട്, അതാണ് നമ്മുടെ നാട്. മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുൻപ് കേരളം എന്ന പേരിൽ ഒരു സംസ്ഥാനം എന്ന ചർച്ചയിലേക്ക് മലയാളി സമൂഹത്തെ നയിക്കുന്നതിന് കാര്യമായ പ്രേരണയായി മാറിയ ഒരു ലേഖനം EMS എഴുതിയിട്ടുണ്ട്.
ആ ലേഖനത്തിന്റെ പേര് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നാണ്. അന്ന് കേരളം രൂപീകരിക്കപ്പെട്ടിട്ടില്ല. കേരളം എന്ന പേരിൽ ഒരു സംസ്ഥാനം വേണമെന്ന ആവശ്യം ശക്തിപ്പെടാൻ EMS ഒരു ശക്തമായ വാദഗതി മുൻപോട്ട് വെച്ചതാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി. നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. മലയാള ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന ഭൂപ്രദേശങ്ങളാകെ ചേർന്ന് കേരളം എന്ന പേരിൽ ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്ന ആവശ്യം ശക്തിപ്പെടുകയാണ്. ഞാനിവിടെ ഇക്കാര്യം സൂചിപ്പിക്കാൻ കാരണം കേരളം എന്ന സംസ്ഥാനത്തിന്റെ പിറവിയിലേക്ക് നയിച്ച മലയാളം നമ്മുടെ മാതൃഭാഷ. പക്ഷേ നവോത്ഥാന പൂർവ്വ കേരളത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കവിടെ ഒരു മലയാളം മാത്രമല്ല കാണാനാവുക, പല മലയാളങ്ങളാണ്. എല്ലാവർക്കും സംസാരിക്കാൻ കഴിയുന്ന ഒരു മലയാളം അന്നുണ്ടായിരുന്നില്ല. ജന്മിത്തമ്പുരാക്കന്മാർ, സവർണർ, രാജകുടുംബാംഗങ്ങൾ, അവർക്ക് മാത്രം പ്രാപ്യമായ ഒരാഢ്യ മലയാളം ഉണ്ടായിരുന്നു. കർഷക തൊഴിലാളികൾ, ദളിതർ, മറ്റു പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർ, സാധാരണക്കാരായ മനുഷ്യർ, അവർക്ക് മറ്റൊരു മലയാളമാണ് ഉണ്ടായിരുന്നത്, ഒരു അധകൃത മലയാളം. അതായിരുന്നു കേരളം. എല്ലാ വാക്കുകൾക്കും ഈ ഭേദമുണ്ടായിരുന്നു. ഇപ്പൊ ഒരാൾ മരിച്ചാൽ നമ്മൾ എന്തു പറയും? ഇന്നയാൾ മരിച്ചു എന്ന് പറയും. പിറ്റേ ദിവസം ആ വാർത്ത പത്രത്തിൽ അച്ചടിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഇന്നയാൾ അന്തരിച്ചു എന്ന് എഴുതും, അങ്ങനെയും പറയും. ആ മരണ വാർത്ത മാത്രം അച്ചടിക്കുന്ന പത്രത്തിലെ പേജിന് ചരമ പേജ് എന്ന് ചിലർ പറയും. ചരമം, ഇതൊക്കെ മലയാളത്തിൽ മരണമെന്ന് തന്നെയാണ് അർത്ഥം. ചിലപ്പോൾ പത്രത്തിൽ കാണാം നിര്യാതനായി എന്ന് കൊടുക്കും. ഒക്കെ അർത്ഥം ഒന്നാണ്. എത്ര വാക്കായി? മരണം, അന്തരിക്കൽ, നിര്യാണം, ചരമം. എന്നാൽ പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ഈ വാക്കുകളൊന്നും ആയിരുന്നില്ല. മരിക്കുന്നത് രാജകുടുംബാംഗമാണെങ്കിൽ, ജന്മി തമ്പുരാനാണെങ്കിൽ ഇപ്പറഞ്ഞ വാക്കുകൾ കൊണ്ടൊന്നും ആ മരണത്തെ അടയാളപ്പെടുത്താനാവില്ല. അതിന് പ്രത്യേക വാക്കുണ്ട്. നാടു നീങ്ങി എന്ന് പറയും. നമ്മൾ കേട്ടിട്ടുണ്ടാവും, നാടു നീങ്ങി. നാടിനൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ അങ്ങനെ പറയണം. കാലം ചെയ്തു, കേട്ടിട്ടില്ലേ? കാലം ചെയ്തു, അങ്ങനെ പറയും. കാറ്റുപോയി എന്നാണ് അർത്ഥം, പക്ഷെ കാലം ചെയ്തു എന്ന് പറയണം. തീപ്പെട്ടു എന്ന് പറയും. തീ പിടിച്ച് മരിച്ചതല്ല സാധാരണ മരണം, പക്ഷെ തീപ്പെട്ടു എന്ന് പറയും. ഇങ്ങനെയുള്ള ചില വാക്കുകൾ കൊണ്ട് വേണം ഇത്തരക്കാരുടെ മരണത്തെ അടയാളപ്പെടുത്താൻ. അതാണ് വ്യവസ്ഥ. എന്നാൽ ഒരു ദളിതനായ കർഷക തൊഴിലാളി മരിച്ചാൽ അങ്ങനെ പറയൂ? ചാത്തൻ നാടു നീങ്ങി എന്ന് പറയൂല. പിന്നെന്തു പറയും? ചാത്തൻ ചത്തു എന്നേ പറയും. പട്ടി ചത്തു, പശു ചത്തു, പൂച്ച ചത്തു എന്നൊക്കെ പറയുന്നു. അതായിരുന്നു മലയാളം. ഇതേതെങ്കിലും ഒരു വാക്കിന്റെ മാത്രം പ്രശ്നമല്ല. ദൈനംദിന ജീവിതത്തിലെ നിത്യവ്യവഹാരങ്ങൾക്കെല്ലാം ഈ ഭാഷാഭേദമുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഉച്ചക്കാരെയും കണ്ടു കഴിഞ്ഞാൽ ഊണ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കും മലയാളികളാണെങ്കിൽ, അല്ലേ? ഭക്ഷണം കഴിച്ചോ, ഊണ് കഴിച്ചോ? അന്നതില്ല. അന്നെന്താണ്? അന്ന് ജന്മിത്തമ്പുരാനാണ്, സവർണ പ്രമാണിയാണെങ്കിൽ, രാജകുടുംബാംഗമാണെങ്കിൽ അമൃതേത്ത് കഴിക്കലാണ്. അമൃതേത്ത് കഴിക്കലാണ്. ചോറൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ അങ്ങനെ പറയാൻ പാടുള്ളൂ. ഒരു ദളിത് തൊഴിലാളിയാണെങ്കിലോ, ചാത്തൻ അമൃതേത്ത് കഴിച്ചോ എന്നാരെങ്കിലും ചോദിക്കുമോ? കരിക്കാടി കുടിക്കലാണ്. കരിക്കാടി കുടിക്കുക എന്നാണ് പറയുക. വല്ല കഞ്ഞിയോ മറ്റോ ആയിരിക്കും കുടിക്കുന്നത്, പക്ഷെ കരിക്കാടി കുടിക്കുക എന്ന് പറയണം. ഒരു തമ്പുരാട്ടി പ്രസവിച്ചാൽ തിരുവയർ ഒഴിഞ്ഞു എന്നാ പറയുക. ഒരു കർഷക തൊഴിലാളി സ്ത്രീ പ്രസവിച്ചാലോ പെറ്റു എന്ന് പറയും. പട്ടി പെറ്റു എന്നൊക്കെ പറയുന്ന പോലെ. അല്ല, സാധാരണ പ്രസവമൊന്നുമില്ല ആ കാലത്ത്. വീട്, അന്ന് വീടില്ല. രാജാവിനാണെങ്കിൽ കൊട്ടാരം, പ്രമാണിക്കാണെങ്കിൽ മാളിക, സവർണ ജന്മിക്കാണെങ്കിൽ ഇല്ലം, തൊഴിലാളിക്കാണെങ്കിലോ ഇന്ന് കേൾക്കാനില്ലാത്ത വാക്കാണ് കുപ്പപ്പാട്. കേട്ടിട്ടുണ്ടോ? കുപ്പപ്പാടെന്ന് പറയും. മാടം, കൂര, അതൊക്കെ ഉള്ളൂ. അത് തന്നെ ഇല്ല. ആകാശത്തിന് കീഴിൽ ഒരു മേൽക്കൂരയില്ലാതെ ഉറങ്ങാൻ നിയോഗിക്കപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന ദരിദ്രരായ സാധാരണ മനുഷ്യർ, ജാതീയമായി അടിച്ചമർത്തപ്പെടുന്നവർ, പട്ടിണി കിടക്കേണ്ടി വന്നവർ, ഇതായിരുന്നു നമ്മുടെ നാട്. പേരുകളിടാൻ പറ്റൂ. ഇപ്പൊ ഇവിടെ ആരൊക്കെ ഇരിക്കുന്നു? നിങ്ങളുടെയൊക്കെ പേരെന്താണ്? ലോകോത്തരമായ പരിഷ്കൃതമായ പേരുകൾ ഇട്ടിട്ട് കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. പണ്ടങ്ങനെയൊന്നും പറ്റില്ല. ഇഷ്ടമുള്ള പേരിടാനൊന്നും പറ്റില്ല. OV വിജയന്റെ കടൽ തീരത്തെന്നൊരു കഥയുണ്ട്. ആ കഥയിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര് വെള്ളായി എന്നാണ്. വെള്ളായിയപ്പൻ. മകന്റെ പേര് കണ്ടുണ്ണി എന്നാണ്. ആ കഥയിലെ മറ്റൊരു കഥാപാത്രത്തിന്റെ പേര് കോമ്പി എന്നാണ്. കോമ്പി. OV വിജയൻ തന്നെ അരക്ഷിതാവസ്ഥ എന്നൊരു കഥ എഴുതിയിട്ടുണ്ട്. അരക്ഷിതാവസ്ഥയിലെ ഒരു കഥാപാത്രത്തിന്റെ പേര് നാങ്കേലി എന്നാണ്. നങ്ങേലി അല്ല, നാങ്കേലി, പുരുഷനാണ്. മറ്റൊരു കഥാപാത്രത്തിന്റെ പേര് കൃമി എന്നാണ്. കൃമി എന്നാൾക്ക് പേരിടുവോ? എന്നാ ഇടുമായിരുന്നു. എവിടെ? ഇവിടെ, നിങ്ങളുടെ നാട്ടിൽ, ഈ പാലക്കാട്. പ്രത്യേകിച്ച് പാലക്കാടിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ സാധാരണക്കാരും ദരിദ്രരും ദളിതരുമായ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ വീട്ടിലൊരു കുഞ്ഞു പിറന്നാൽ ആ കുഞ്ഞിന്റെ പേര് സവർണ ജന്മി തമ്പുരാക്കന്മാർ നിശ്ചയിക്കും. തത്ത
എന്ന് പേരുള്ള മനുഷ്യരുണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടിൽ. പട്ടി എന്ന് കുട്ടിക്ക് പേരിട്ടിട്ടുണ്ട്, അറിയാമോ? ചരിത്രത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ചിറ്റൂർ ദത്തമംഗലം തന്നെയാണെന്ന് തോന്നുന്നു. ഒരു ചരിത്ര ഗവേഷകൻ പഴയ ചില പുരാരേഖകൾ പരിശോധിച്ചപ്പോൾ അന്ന് പട്ടി എന്ന് കുട്ടിക്ക് പേരിട്ട നിരവധി വീടുകൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടു. കാരണം അവനോടുള്ള എല്ലാ അവജ്ഞയും പുച്ഛവും സവർണൻ പ്രകടിപ്പിക്കുകയാണ്. നിന്റെ കുട്ടിക്ക് ഈ പേരിട്ടാൽ മതി. അതായിരുന്നു നമ്മുടെ നാട്. എന്തിനധികം പറയുന്നു, ഇപ്പൊ ഉപ്പ്. ഇന്ന് നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ഒരു കടയിൽ പോയിട്ട് ഉപ്പ് വേണം എന്ന് പറയും. 1 കിലോ ഉപ്പ്, അപ്പോൾ ഉപ്പ് കിട്ടും. പണ്ടത് പറയാൻ പറ്റില്ല. ഉപ്പ് എന്ന് പറയണമെങ്കിൽ അത് സവർണർക്ക് മാത്രമേ അവകാശമുള്ളൂ. അപ്പോൾ സവർണരല്ലാത്തവരെന്ത് ചെയ്യും? സാധാരണക്കാരായ മനുഷ്യരെന്ത് ചെയ്യും? അവർക്ക് ഉപ്പ് വാങ്ങാം, പക്ഷെ കടയിൽ പോയിട്ട് ഉപ്പ് വേണമെന്ന് പറയാൻ പാടില്ല. അതാണ് നിയമം. പിന്നെന്തു പറയണം? പുളിക്കുന്നത് വേണം എന്ന് പറയണം. ഒരു റാത്തൽ പുളിക്കുന്നത് എന്ന് പറയണം, അപ്പോൾ ഉപ്പ് കിട്ടും. അതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ, ഒരുപക്ഷെ ഇന്ന് അവിശ്വസനീയമെന്ന് തോന്നുന്ന ഏറ്റവും വേദനാജനകമായ ഒരു സംഭവമുണ്ട്. അത് നിങ്ങളുടെ നാട്ടിലാണ്. നമ്മുടെ ഇവിടെ അടുത്ത് ഒറ്റപ്പാലത്ത് 1936 ഒറ്റപ്പാലത്ത് ഒരു നായർ പ്രമാണി നടത്തുന്ന കടയിൽ, ഒരു പലചരക്ക് കടയിൽ ചെന്ന് 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഈഴവ ബാലൻ, ആ ബാലന്റെ പേര് ശിവരാമൻ എന്നായിരുന്നു. ആ ബാലൻ പറഞ്ഞു അത്രേ, എനിക്കൊരു റാത്തൽ ഉപ്പ് വേണം. ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. ജാതിക്കോമരങ്ങൾ ഞെട്ടിവിറച്ചു. എന്തൊരു അപരാധം! ആദ്യമായി ഒരു പിന്നോക്കക്കാരൻ തല ഉയർത്തി നിന്ന് ഉപ്പ് ചോദിക്കുന്നു. അന്നുവരെ ജാതീയമായ അതിർവരമ്പുകൾക്കപ്പുറത്ത് നിന്നൊരാൾ ഉപ്പ് എന്ന് പറഞ്ഞിട്ടില്ല. ആദ്യത്തെ സംഭവമാണ്. അത് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അന്ന് ഒറ്റപ്പാലത്തെയും പരിസര പ്രദേശങ്ങളിലെയും സവർണ മേധാവിത്വത്തിന് ഉൾക്കൊള്ളാനാവാത്ത ഒരപരാധമായിരുന്നു അത്. എന്നിട്ടോ ആ ധിക്കാരിയായ 16 വയസ്സുകാരനെ ആ പീടികയുടെ ഓരത്തൊരു തൂണിൽ പിടിച്ചു കെട്ടി അടിച്ചു കൊന്നു എന്നതാണ് നമ്മുടെ നാടിന്റെ ചരിത്രം. അതാണ് ഉപ്പ് എന്ന മലയാള വാക്ക് പറഞ്ഞതിന് ജീവൻ കൊടുക്കേണ്ടി വന്ന ശിവരാമന്റെ ചോര വീണ നാടാണ് നമ്മുടെ നാട്. ആ ഒറ്റപ്പാലത്ത് 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമാണ് ഷൊർണൂര്. ആ ഷൊർണൂരാണ് വിവേകാനന്ദൻ വന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ, കാഴ്ചകൾ, കേൾവികൾ വിവേകാനന്ദന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവാം. മനുഷ്യരായി ജീവിക്കുക അസാധ്യമായി മാറിയ ഒരു വൻ ജനത, അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, അവരുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ, മനുഷ്യരെന്ന പദത്തിന് പോലും അർഹതയില്ലാതെ അവരെ അകറ്റി നിർത്തിയ ജാതി മേധാവിത്വം, ഇതിനെ തുടർന്ന് നടക്കുന്ന മതപരിവർത്തനം, ഇതിൻ്റെയൊക്കെ ഒരു അന്തരീക്ഷം അന്നുണ്ട്. ആ അന്തരീക്ഷത്തിൽ നിന്നാണ് വിവേകാനന്ദൻ ഇത്തരത്തിലുള്ള പ്രയോഗം നടത്തിയത്. ആ കേരളമാണ് ഇന്ന് നാം കാണുന്ന കേരളമായി മാറിയത്. എങ്ങനെ? മുൻപ് സൂചിപ്പിച്ചതുപോലെയുള്ള സമരങ്ങൾ. അതിൽ നമ്മൾ എപ്പോഴും പറയുന്ന 3 സമരത്തെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. വൈക്കവും ഗുരുവായൂരും പാലിയും. അത് 3 പ്രതീകങ്ങളാണ്. ആ 3 സമരങ്ങളുടെ പിന്നിൽ ഞാനിപ്പോഴിവിടെ സമയക്കുറവ് കൊണ്ട് പരാമർശിക്കാതെ വിട്ടുപോകുന്ന 1000 സമരങ്ങളുണ്ട്. ചെറുതും വലുതുമായ സമരങ്ങൾ, തീക്ഷ്ണമായ സമരങ്ങൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ, അയ്യങ്കാളിയുടെ, സഹോദരൻ അയ്യപ്പൻ്റെ, വാഗ്ഭടാനന്ദൻ്റെ, ബ്രഹ്മാനന്ദ ശിവയോഗികളുടെ, മക്തിത്വങ്ങളുടെ, അങ്ങനെ എത്ര എണ്ണിയാലൊടുങ്ങാത്ത നവോത്ഥാന നായകന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, പൊയ്കയിൽ യോഹന്നാനും ചട്ടമ്പി സ്വാമികളുമെല്ലാം അതിൽപ്പെടും. പിന്നീട് രാഷ്ട്രീയമായി ആ സമരങ്ങളെ വികസിപ്പിക്കാൻ നമുക്ക് കഴിയും. EMS മേക്കേജിയും കൃഷ്ണപിള്ളയുമെല്ലാം ആ നവോത്ഥാന മൂല്യങ്ങളെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളായി വികസിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അക്കാലങ്ങളിൽ നവോത്ഥാന ചിന്തകൾ ശക്തിപ്പെടുകയും അത് സമരരൂപം കൈക്കൊള്ളുകയും ചെയ്തു. ഇവിടെ മാത്രമായിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിലാണ് മഹാരാഷ്ട്രയിൽ മഹാത്മാ ജ്യോതിബ ഫൂലെയുടെയും മറ്റും നേതൃത്വത്തിൽ സത്യശോധക സമാജ് എന്ന പേരിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഒരു മഹാപ്രസ്ഥാനം ശക്തിപ്പെട്ടു വന്നത്, ഉയർന്നു വന്നത്. തമിഴ്നാട്ടിൽ നേരത്തെ സൂചിപ്പിച്ചു പെരിയോരുടെയും മറ്റും നേതൃത്വത്തിൽ അവിടെയും ജാതീയതയ്ക്കെതിരായ വലിയ സമരം ശക്തിപ്പെട്ടു. നമ്മുടെ രാജ്യവ്യാപകമായി ഇന്നിപ്പോ സനാതന ധർമ്മം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. ചാതുർവർണ്ണയത്തെയാണ് ആ വാക്കുകൊണ്ട് അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ചാതുർവർണ്ണയം എന്ന് പറഞ്ഞാൽ എന്താണ്? ചാതുർവർണ്ണയത്തിന്റെ നിയമാവലി എന്നറിയപ്പെടുന്ന മനുസ്മൃതി അഗ്നിക്കിരയാക്കിക്കൊണ്ടാണ് അംബേദ്കർ വർഷങ്ങൾക്ക് മുൻപ് പ്രതിഷേധിച്ചത്. ചാതുർവർണ്ണയത്തിന്റെ സങ്കല്പം എന്താണ്? അടിസ്ഥാന സങ്കല്പം, മനുഷ്യരെ സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ്. ബ്രഹ്മാവിന്റെ ശിരസിൽ നിന്നും ബ്രാഹ്മണൻ ഭൂജാതനായി. അതാണ്, ബ്രഹ്മാവിന്റെ ശിരസിൽ നിന്നാണ് ബ്രാഹ്മണൻ ഭൂജാതനായത്. കൈകളിൽ നിന്ന് ക്ഷത്രിയൻ, തുടയിൽ നിന്നും
വൈശ്യൻ, കാൽപാദങ്ങളിൽ നിന്നും ശൂദ്രൻ. ഇതാണ് ചതുർവർണ്ണങ്ങൾ, ചാതുർവർണ്ണ്യം. ഇതാണ്. അപ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ച ഇ വി രാമസ്വാമി നായ്ക്കർ ജാതി കോമരങ്ങളോട് ചോദിച്ചത്, ശരി, ബ്രാഹ്മണന്റെ ശിരസിൽ നിന്ന് ബ്രഹ്മാവിന്റെ ശിരസിൽ നിന്ന് ബ്രാഹ്മണൻ, കൈകളിൽ നിന്ന് ക്ഷത്രിയൻ, തുടയിൽ നിന്നും വൈശ്യൻ, കാൽപാദത്തിൽ നിന്ന് ശൂദ്രൻ. അപ്പോയോ ഇതിലൊന്നും പെടാത്ത ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ഇവരെല്ലാം ഇവിടെ നിന്ന് ജനിച്ചു? ആ ചോദ്യത്തിന് അദ്ദേഹം തന്നെ ഉത്തരം പറയുന്നുണ്ട്. പട്ടികജാതിക്കാരും ആദിവാസികളും ഉൾപ്പെടെയുള്ള ഈ പിന്നോക്ക ജനവിഭാഗങ്ങളാകെ അവനവന്റെ സ്വന്തം തന്തയ്ക്ക് ജനിച്ചു എന്നാണ് ഇ വി രാമസ്വാമി നായ്ക്കർ ജാതി കോമരങ്ങൾക്കെതിരായി പതിറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞു വന്നത്. ഇപ്പോ മതരാഷ്ട്രത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മുടെ രാജ്യത്ത് സജീവമായി കൊണ്ടിരിക്കുന്നത്. RSS മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കണം എന്നാണ്. 1949 നവംബർ മാസം 26-ാം തീയതി ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വരികയും 1950 ജനുവരി 26-ന് ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. ആ ഭരണഘടനയുടെ അടിത്തറ മതനിരപേക്ഷതയാണ്. എന്നാൽ മതനിരപേക്ഷത എന്ന ആശയത്തെ RSS അംഗീകരിച്ചതേയില്ല. അന്നുമില്ല, ഇന്നുമില്ല. മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് ഭരണഘടനയെയും അവർ അംഗീകരിക്കുന്നില്ല. പിന്നെയോ മതനിരപേക്ഷത എന്ന ആശയത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കണം എന്നാണ് RSS പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. RSSന്റെ സ്വപ്നമനുസരിച്ച് രൂപീകരണത്തിന്റെ 100-ാം വർഷം ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റണം എന്നായിരുന്നു. RSS രൂപീകരിച്ചിട്ട് ഇപ്പോൾ 100 കൊല്ലമായി. ഈ കൊല്ലം ഒക്ടോബർ മാസമാണ് RSS രൂപീകരണത്തിന് 100 വയസ്സ് ആവുന്നത്. 1925 ഒക്ടോബറിലാണ് RSS രൂപീകരിക്കപ്പെട്ടത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി അവകാശവാദം ഉന്നയിച്ചത് BJPക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടും എന്നായിരുന്നു. 400 സീറ്റിൽ കൂടുതൽ NDA സഖ്യം നേടും, BJPക്ക് തനിച്ചു ഭൂരിപക്ഷം കിട്ടും, ഇതായിരുന്നു പ്രതീക്ഷ, അവകാശവാദം. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ രണ്ടും നടന്നില്ല. 400 സീറ്റ് കടക്കുമെന്ന് വീരവാദം പറഞ്ഞവർ 300 സീറ്റ് പോലും തികയാതെ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടും എന്ന് മേനി നടിച്ചവർ തമ്മിൽ യോജിക്കാത്ത സഖ്യകക്ഷികളുടെ ദുർബലമായ പിന്തുണയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കേണ്ടി വന്നതും നമ്മൾ കണ്ടു. ഇപ്പോ ഭരണഘടന ഭേദഗതി ചെയ്യുക എന്നത് അത്ര എളുപ്പമല്ല. അതിനാവശ്യമായ അംഗബലമില്ല. അതുകൊണ്ട് RSSന്റെ സ്വപ്നം തൽക്കാലം ഇത്തിരി പ്രയാസത്തിലായിരിക്കുകയാണ്. അല്ലായിരുന്നുവെങ്കിൽ ഈ കൊല്ലം നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെല്ലാം മാറ്റി എഴുതി മതനിരപേക്ഷത എടുത്ത് വലിച്ചെറിഞ്ഞ് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനായിരുന്നു RSSന്റെ കണക്കുകൂട്ടൽ. ആ മതരാഷ്ട്രം കൊണ്ട് RSS അർത്ഥമാക്കുന്നത് എന്താണ്? ചില നിഷ്കളങ്കരായ മനുഷ്യർ ചിന്തിക്കുന്നത് മതരാഷ്ട്രമെന്ന് പറഞ്ഞാൽ ഹിന്ദു രാഷ്ട്രം എന്നാണ്. ഹിന്ദുക്കളുടെ ഒരു രാജ്യം വരാൻ പോകുന്നു. അപ്പൊ ഉള്ളിലിത്തിരി ഉന്മേഷമൊക്കെ തോന്നിയ ചില ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. RSS ആവട്ടെ, RSSന്റെ 2ാമത്തെ ആചാര്യൻ ഗോൾവാൾക്കർ വിചാരധാരയിൽ എഴുതിയത്, രാജ്യത്തിന്റെ ഭീഷണിയായി എഴുതിയത്, മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ഇന്ത്യയുടെ ഭീഷണി എന്നാണ്. ഈ 3 കൂട്ടരെ തുടച്ചു നീക്കണം എന്നാണ്. അപ്പോഴും ചിലരിങ്ങനെ ഉള്ളിൽ ആശ്വസിച്ചു, ഓ, ഞാൻ കമ്മ്യൂണിസ്റ്റും അല്ല, മുസ്ലിമും അല്ല, ക്രിസ്ത്യാനിയല്ല, അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ എല്ലാവരും രക്ഷപ്പെടുകയൊന്നുമില്ല. മതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഹിന്ദു രാഷ്ട്രം എന്നല്ല അർത്ഥം. പിന്നെയോ ഹിന്ദുത്വ രാഷ്ട്രം എന്നാണ്. ഒരു ത്വ കൂടുമ്പോൾ അർത്ഥം മാറും. ഹിന്ദുവും ഹിന്ദുത്വയും ഒന്നല്ല. ഹിന്ദു എന്ന് പറയുന്നത്, ഞാൻ ആ വാക്കിന്റെ നിരുക്തിയിലേക്കൊന്നും കടന്നു പോകുന്നില്ല, പക്ഷെ നമുക്കറിയാം സിന്ധു നദീതടവാസികളെയാകെ ഒരു ചരിത്രഘട്ടത്തിൽ പേർഷ്യക്കാരും മറ്റും വിളിച്ചൊരു വാക്കിൽ നിന്നാണ് രൂപാന്തരപ്പെട്ട് ഹിന്ദു എന്നൊരു വാക്കുണ്ടായത്. ഇപ്പൊ പക്ഷെ അതിനൊരു മതത്തിന്റെ രൂപം വന്നിട്ടുണ്ട്, കൈവന്നിട്ടുണ്ട്. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു മതവിഭാഗമായി ഇപ്പൊ പരിഗണിക്കുന്നുമുണ്ട്. അപ്പോ ഒരു വലിയ വിശാലമായ ജനവിഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഹിന്ദുക്കൾ. എന്നാൽ RSSന്റെ ഹിന്ദുത്വ ഇതുമായി ബന്ധമില്ല. പിന്നെന്താണ്? 1923 ഇന്ത്യ കണ്ട വർഗീയവാദികളിൽ ആദ്യപഥികൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സവർക്കർ എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേരാണ് ഹിന്ദുത്വ. മുഴുവൻ പേര് ദ എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്നാണ്. 1923 ആ പുസ്തകത്തിൽ ഒരു രാഷ്ട്രീയ ചിന്ത മുൻപോട്ട് വെക്കുന്നു. ആ രാഷ്ട്രീയ ചിന്ത ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത വർഗീയതയാണ്.
ആക്രമണോത്സുകമായ ഹിംസോന്മുഖമായ വർഗീയതയാണ്, മതരാഷ്ട്രവാദമാണ്. ആ വർഗീയ രാഷ്ട്രീയത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചാണ് 1925 RSS രൂപീകരിക്കപ്പെട്ടത്. 23 സവർക്കർ ഈ പുസ്തകം എഴുതി എന്ന് മനസ്സിലാക്കി തൊട്ടടുത്ത വർഷം തന്നെ രത്നഗിരിയിലെ സവർക്കറുടെ വീട്ടിലെത്തി ഹെഡ്ഗവാർ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഹെഡ്ഗവാർ പോയി RSS രൂപീകരിക്കുന്നത്. ആ ഹിന്ദുത്വ എന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തുള്ളി വെള്ളം ചേർക്കാത്ത ആക്രമണോത്സുകമായ വർഗീയതയാണ്, വർഗീയത മാത്രമാണ്. ആ വർഗീയ കാഴ്ചപ്പാടുള്ള രാഷ്ട്രത്തിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മാത്രമല്ല ഇടമില്ലാത്തത്. പിന്നെ ആർക്കാണ് ഇടമില്ലാത്തത്? ഗോൾവാൾക്കർ എഴുതിയ വിചാരധാരയിൽ ഈ 3 വിഭാഗത്തെക്കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നാൽ നാലാമത്തെ ശത്രു RSS നാലാമതായി ഒരു വിഭാഗത്തെ കൂടി ഇന്ത്യയുടെ ഭീഷണിയായി കണക്കാക്കുന്നുണ്ട്. അത് ആ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എന്ന് മാത്രമല്ല, എഴുതാതിരിക്കാൻ ഒരു കാരണവുമുണ്ട്. നാലാമത്തെ വിഭാഗം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. അത് എഴുതാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരെ മനുഷ്യരായേ കണക്കാക്കിയിട്ടില്ല. മനുസ്മൃതിയുടെ കണ്ണിലൂടെയാണ് RSS ഈ രാജ്യത്തെ വിലയിരുത്തുന്നത്. മനുസ്മൃതിയുടെ കണ്ണിൽ നേരത്തെ പറഞ്ഞ 4 വിഭാഗം മാത്രമേ ഉള്ളൂ. ഈശ്വര സൃഷ്ടിയായി ആ 4 കൂട്ടരേ ഉള്ളൂ: ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും. ബാക്കിയുള്ളവരൊന്നും മനുഷ്യരല്ല എന്നാണ് കാഴ്ചപ്പാട്. അപ്പൊ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും മാത്രമല്ല, നമ്മുടെ നാട്ടിലെ കേരളത്തെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞാൽ ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങളാകെ OBC OEC ഇങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ടല്ലോ, ഇവരൊന്നും മനുഷ്യരല്ല എന്നാണ്. ആരേ മനുഷ്യരുള്ളൂ? മേൽപ്പറഞ്ഞ 4 വിഭാഗമേ ഉള്ളൂ. അതിൽ വൈശ്യർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അത്ര അംഗസംഖ്യയുള്ള വിഭാഗമല്ല, നമുക്കത്ര പരിചിതരല്ല. ശൂദ്രർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിൽ ഇപ്പോൾ പ്രബലമായ അല്ലെങ്കിൽ ചിരപരിചിതമായ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ഒരു ജാതി എന്ന് പറഞ്ഞാൽ നായർ വിഭാഗമാണ്. എന്ന് വെച്ചാൽ അതുവരെ മാത്രമേ മനുഷ്യരായി അംഗീകരിച്ചിട്ടുള്ളൂ, അതിൻ്റെ താഴേക്കില്ല. ആര്? മനുസ്മൃതി അംഗീകരിച്ചിട്ടില്ല, ചാതുർവർണ്ണയ വ്യവസ്ഥ അംഗീകരിച്ചിട്ടില്ല, ആ മനുസ്മൃതി ഉയർത്തിപ്പിടിക്കുന്ന RSS അംഗീകരിച്ചിട്ടില്ല. RSSന്റെ മതരാഷ്ട്രം വന്നാൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരും മാത്രമല്ല, പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും മാത്രമല്ല, OBC OEC വിഭാഗങ്ങളിൽപ്പെട്ടവർ, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി, അതിൽ ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങൾ, മലബാറിലേക്ക് പോയാൽ തീയരെന്ന് വിളിക്കപ്പെടുന്ന വലിയൊരു ജനവിഭാഗം, അങ്ങനെയുള്ള 100 വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ, ഇവരെ ഒന്നും അംഗീകരിക്കുന്നില്ല. ഇവരുടെ ഒന്നും രാജ്യമല്ല. പിന്നെ സവർണ പ്രമാണി വർഗത്തിന്റെ മേധാവിത്വമുള്ള ഒരു രാജ്യം അതാണ്. അപ്പൊ ഹിന്ദുക്കളുടെ രാജ്യം വരാൻ പോകുന്നൊന്നും ആരും വെറുതെ കിനാവ് കാണണ്ട. ആ രാജ്യത്തിൽ നമ്മളാരും ഇല്ല. അത് ഇന്ത്യയിലെ ഗണ്യമായ ജനവിഭാഗത്തെ അടിച്ചമർത്തിക്കൊണ്ട് സവർണ മേധാവിത്വത്തിന്റെ അധികാരം അരക്കിട്ടുറപ്പിക്കുന്ന ഒരു വ്യവസ്ഥയെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. സ്വാഭാവികമായും നവോത്ഥാനത്തിന്റെ വർത്തമാനകാല തുടർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ജാതീയതയ്ക്കെതിരായ പോരാട്ടം ഒരു പരിധിവരെ കേരളത്തിൽ മുൻപോട്ട് പോയി. തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും ഇല്ലാതായി. പൊതുവഴിയിലൂടെ നടക്കാനുള്ള അവകാശം എല്ലാവർക്കും കിട്ടി. ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ അവകാശം പൊരുതി വാങ്ങി. ഇപ്പോഴും ചില ആളുകളുടെ ഉള്ളിലൊക്കെ ഒരു ഇത്തിരി ജാതീയതയും വർഗീയതയൊക്കെ ഉണ്ടാവും. പക്ഷെ പുറത്ത് പറയാൻ കഴിയാത്ത നിലയിലേക്ക് കേരളീയ സമൂഹം വളർന്നു. കേരളീയ സമൂഹത്തെ നാം മുന്നോട്ട് നയിച്ചു. മനുഷ്യരൊന്നാണ്, എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശങ്ങളാണുള്ളത്. നമ്മളിൽ വലുപ്പ ചെറുപ്പങ്ങളില്ലെന്ന പാഠം ഈ കേരളത്തിൽ വലിയൊരളവോളം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞു. എന്നാൽ നമ്മുടെ നാടിനെ വീണ്ടും ഇരുണ്ട കാലത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം കേന്ദ്ര രാഷ്ട്രീയ അധികാരത്തിന്റെ കൂടി പിൻബലത്തിൽ സംഘപരിവാരം നടത്തുന്നുണ്ട്. വർഗീയമായി ചേരിതിരിക്കുക, സാമുദായിക സംഘടനകളെ പാട്ടിലാക്കുക, അവരെ പറഞ്ഞു പറ്റിക്കുക, തെറ്റിദ്ധരിപ്പിക്കുക, രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിക്കുക, വർഗീയമായി മതിൽക്കെട്ടുകൾ ഉയർത്തി നാടിന്റെ ഐക്യത്തെ തകർക്കുക, അതിനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം ശിഥിലീകരണത്തിന്റെ ശക്തികൾക്കെതിരെ മനുഷ്യരെല്ലാം ഒരുമിച്ചു നിന്ന് ശബ്ദമുയർത്തേണ്ട ഒരു കാലമാണിത്. നാം ജനിച്ചത് ഏതൊക്കെയോ ജാതിയിലോ മതത്തിലോ ഒക്കെ ആയിരിക്കാം. അതിന് വർത്തമാനകാലത്ത് വലിയ പ്രസക്തിയില്ല. എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിൽക്കുക, നന്മയുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ, എല്ലാ മനുഷ്യർക്കും അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി
നമ്മുടെ നാടിനെ നിലനിർത്താൻ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും 100 പൂക്കൾ വിടരുന്ന ഒരു കാലത്തിനു വേണ്ടിയുള്ള പോരാട്ടം ഏറ്റെടുക്കേണ്ട സന്ദർഭമാണിത്. ഇവിടെ വർഗീയതയുടെ, ജാതീയതയുടെ ആർജിത നേട്ടങ്ങളെ തകർക്കുന്ന എല്ലാ വിദ്വേഷത്തിൻ്റെ ശക്തികളെയും നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയണം. കേരളത്തിൻ്റെ നന്മകളെയും തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സംഘപരിവാർ ശക്തികൾ, ജാതീയതയുടെ വക്താക്കൾ, വർഗീയതയുടെ പ്രതിരൂപങ്ങൾ ഇപ്പോൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരോട് ഇത് കേരളമാണ്, ഇവിടെ ജാതീയതയെ പൊരുതി തോൽപ്പിച്ച ഉച്ചനീചത്വങ്ങൾക്കെതിരായ സമരം ആളിപ്പടർന്ന ഒരു മഹാചരിത്രം ഈ നാടിനുണ്ടെന്നും ആ ചരിത്രത്തെ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യരാണ് നമ്മളെന്നും ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അങ്ങനെ മനുഷ്യരുടെ മഹത്തായ കൂട്ടായ്മകൾക്ക്, വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന്, ഒരർത്ഥത്തിൽ 2ാം നവോത്ഥാന സമരത്തിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ട ഒരു ചരിത്ര സന്ദർഭമാണിത് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.